ഇപ്പോഴാണ് ആളെല്ലാം കുറഞ്ഞത് ഇവിടെ അല്ലേ? കേറാൻ പറ്റാത്തത്ര തിരക്കായിരുന്നു. പള്ളി അതാണ് അല്ലേ? സൗദി അറേബ്യയിലെ ത്വായിഫിലെ സയ്യിദുൽ മുഫസ്സിരീൻ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവ് എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വിശാലമായ പള്ളിയുടെ മുമ്പിലാണ്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചരിത്രമുറങ്ങുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും ബൃഹത്തായ അദ്ദേഹം രചിച്ചിട്ടുള്ള ഖുർആൻ തഫ്സീറുകൾ സുലഭമായി ലഭ്യമാകുന്ന ലൈബ്രറി, വിശാലമായ ലൈബ്രറി പ്രവർത്തിക്കുന്നു. തൊട്ടടുത്ത അധികം ഇല്ലില്ല, സാധാ പള്ളി മക്ക മദീന അങ്ങനെ കൊടുക്കാം. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ നിർമ്മിതമായ ഈ പള്ളി അതിവിശാലമായ പള്ളിയാണ്. അത്യന്താധുനികമായ നിർമ്മാണ ചാരുതയിൽ തയ്യാറാക്കിയ വിശാലമായ 10,000-കണക്കിന് ആൾക്കാർക്ക് ഒരേ സമയം നമസ്കരിക്കാൻ കഴിയുന്ന വിശാലമായ പള്ളിയാണ്. ഈ പള്ളിക്ക് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പേരിൽ അറിയപ്പെടുന്നു എന്ന് കരുതി പ്രത്യേകമായ മഹത്വമൊന്നുമില്ല. എല്ലാ പള്ളികളും, ലോകത്തുള്ള മുഴുവൻ പള്ളികൾക്കുള്ള മഹത്വം മാത്രമേ ഈ പള്ളിക്കുമുള്ളൂ. എങ്കിലും ജനങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനമായ കാരണം ഖുർആൻ ലോകത്തിന് വിളംബരം ചെയ്ത സന്ദേശം, അതിന്റെ യഥാർത്ഥമായ സത്യസന്ധമായ സന്ദേശം ലോകത്ത് വിളംബരം ചെയ്യാൻ വേണ്ടി അദ്ദേഹം തയ്യാറാക്കിയ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചരിത്രമുറങ്ങുന്ന വിശാലമായ ലൈബ്രറി ഉള്ളതിന്റെ അടിസ്ഥാനത്തിലും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാൻ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ത്വായിഫിലെ ഈ പള്ളി സന്ദർശിക്കാൻ, അബ്ദുല്ലാഹ് അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന പള്ളി സന്ദർശിക്കാൻ വേണ്ടി വിശ്വാസികൾ എത്തിച്ചേരുന്നത്. എപ്പോഴും ഇവിടെ നല്ല തിരക്കാണ്. പാകിസ്ഥാനിൽ നിന്നുള്ളവരും മുമ്പിന് വിടൂലായിരുന്നു, വരുന്നുണ്ട്. ഒരുപാട് ബസ്സുകൾ വരുന്നുണ്ട്. മക്കത്ത് വരുന്നവരെല്ലാവരും ഇവിടെ സന്ദർശിച്ചേ പോകുന്നു. എല്ലാവരും വരും ഇവിടെ. കാരണം റസൂലുള്ളാഹിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവം പറയാം. കല്ലുരുട്ടി കൊല്ലാൻ ശ്രമിച്ചല്ലോ, ആ സ്ഥലം കാണിക്കും. അവിടെ കല്ല് ഇപ്പോഴാ കല്ലിങ്ങനെ താങ്ങി നിർത്തിയത് പോലെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് പോവാം. പോകുന്നതല്ല, അത് പിടിച്ചു കഴിഞ്ഞാല് സ്ത്രീകൾ നിസ്കരിക്കാൻ സൗകര്യം. മറസൈഡിലാകുമ്പോൾ ഇതിന്റെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി ബോർഡാ വെച്ചിട്ടുണ്ട്. അത് പിടിച്ചു. ത്വായിഫിനെ കുറിച്ചുള്ള ചരിത്രം ലൈബ്രറിയാണ്. അത് ദൂരത്ത് നിന്ന് കൃത്യമായിട്ട് കിട്ടും. അത് റോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും. കൂടുതലും പാകിസ്ഥാന്, ഇന്തോനേഷ്യ കൂടുതലത് തന്നെ. പറയുന്ന ഈ നഗരത്തിൽ പ്രത്യേകമായ ചരിത്രമുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽ തന്നെ പേര് കേട്ട ഏറ്റവും ഫലവത്തായ, ഏറ്റവും സ്മരിക്കപ്പെടുന്ന ഒരു പട്ടണമാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിലിനെ ഭാര്യ ഹാജറെ മക്കയിൽ കൊണ്ട് താമസിപ്പിച്ചു. അവിടെ നിന്ന് ഹിജ്റ പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്തിരുന്നു. റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം. കൃഷിയിടമല്ലാത്ത, കൃഷിക്ക് അനുയോജ്യമല്ലാത്ത, ഫലഭൂയിഷ്ടമല്ലാത്ത മക്ക എന്ന് പറയുന്ന നാട്ടില് എന്റെ മകനെയും എന്റെ കുടുംബത്തെയും ഞാൻ താമസിപ്പിക്കുകയാണ് എന്ന് ദുആ ചെയ്തിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോവുകയുണ്ടായി. ആ ദുആ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ചെയ്തത് മറ്റൊരു കാര്യമുണ്ട്. വിശുദ്ധമായ ഹറമിന്റെ അടുക്കൽ എന്റെ ഭാര്യയും മകനെ താമസിപ്പിക്കാനുള്ള കാരണം നമസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഫജ്ജൽ അഫ്ഇദതം മിനന്നാസി, ജനങ്ങളുടെ ഹൃദയം ആ നാട്ടിലേക്ക് നീ തിരിക്കണം, അവരവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എന്റെ ഭാര്യയും മകനെ ഞാൻ അവിടെ താമസിപ്പിക്കുന്നത്. ഈ ദുആ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ദുആക്ക് ഉത്തരം നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മക്കയിലേക്ക് ആവശ്യമായ ഫലഭൂയിഷ്ടമായ ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും വലിയ കേന്ദ്രമായ ത്വായിഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി. മാത്രമല്ല, ഈ നഗരത്തിന്റെ പേര് ബുസ്താനു മക്ക, മക്കയുടെ പൂന്തോട്ടം എന്നാണ് ഈ നഗരത്തിന്, ത്വായിഫിന് നൽകിയിരിക്കുന്ന പേര്. അലീം, 2 ഗ്രാമങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 2 ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്നതായ പ്രദേശത്ത്
ഈ ഖുർആനെ ഞാൻ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ എന്നുള്ളതായ അർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പരാമർശിക്കുകയുണ്ടായി. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമോളം പഴക്കമുള്ള അദ്ദേഹത്തിന്റെ ദുആ കാരണമായി ഫലഭൂയിഷ്ടമല്ലാത്ത ഫലവർഗ്ഗങ്ങളോ പഴവർഗ്ഗങ്ങളോ കിട്ടാത്ത മക്ക എന്ന് പറയുന്ന ഊഷരമായ മരുഭൂമിയിൽ യഥേഷ്ട സുലഭമായി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും സീസൺ കണക്കാക്കാതെ നിശ്ചയിക്കാതെ അൺലിമിറ്റഡ് ആയി എപ്പോഴും ഫലവർഗ്ഗങ്ങൾ കിട്ടുന്ന, ലോകത്ത് എവിടെയും വിളയുന്ന പഴവർഗ്ഗങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണ് മക്ക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം, അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ത്വായിഫാണ്. ത്വായിഫിനെ ഉൽപാദനത്തിന്റെ, ഫ്രൂട്ട്സുകളുടെ ഉൽപാദനത്തിന് ഏറ്റവും വലിയ കേന്ദ്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയുണ്ടായി. അത് സൂചിപ്പിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട് മക്കയിൽ നിന്ന് ലഭ്യമാകുന്ന മുഴുവൻ പഴവർഗ്ഗങ്ങളും ത്വായിഫിൽ അധികവും ത്വായിഫിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ്. ത്വായിഫ്, അതുകൊണ്ട് ത്വായിഫ് ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായി തീർന്നത്. മക്ക കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമായി ത്വായിഫിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. മക്കയുടെ പൂന്തോട്ടം എന്നാണ് ത്വായിഫിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പേര്. ബുസ്താനു മക്ക, മക്കയുടെ പൂന്തോട്ടം. ചരിത്രങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാണ് ഇതിൽ, ബോർഡിലെല്ലാത്തിനും അല്ലേ? അതാണ് ഉസ്താദ് നമുക്ക് വിശദീകരിച്ചു തന്നത്. ഔഷധം ഖുർആൻ പറഞ്ഞതാണ്. വത്തീനി വസ്സൈത്തൂൻ, ഇത് അത്തിമരം, സൈത്തൂൻ, ഇതെല്ലാം ഔഷധമാണ്. നിസ്സാരമായ ഒരു വസ്തു കൊണ്ട് അല്ലാഹ് സത്യം ചെയ്തിട്ടില്ല. ഏറ്റവും ഗുണകരമായ, മനുഷ്യന് ഉപകാരപ്രദമായ വസ്തുവിനെ കൊണ്ടാ അല്ലാഹ് സത്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്തിമരത്തെ കൊണ്ട് സൈത്തൂൻ മരത്തെ കൊണ്ട് സത്യം ചെയ്തു. ഖുർആനിലെ സൂറത്തീന് വത്തീനി വസ്സൈത്തൂൻ വത്തൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ, 4 വസ്തുക്കളെ കൊണ്ട് സത്യം ചെയ്തു. അത് 2 വസ്തു, ഒന്ന് അത്തിമരമാണ്, ഒന്ന് സൈത്തൂൻ മരമാണ്. ഇത് ഔഷധ ഗുണമുള്ളതായ ഉൽപ്പന്നമാണ്. ഈ 2 ചെടികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ സൈത്തൂൻ എണ്ണയാണിത്. നമ്മുടെ വയറുവേദന, ക്യാൻസർ പോലെയുള്ള അസുഖത്തിന് പോലെ ശമനം വരുത്താൻ പറ്റുന്ന ഔഷധ ഗുണമുള്ള എണ്ണയാണ് സൈത്തൂന്റെയും അത്തിമരത്തിന്റെയും ഉൽപ്പന്നങ്ങൾ. ക്കുന്നത് ത്വായിഫിലെ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയുടെ മുമ്പിലാണ്. അബ്ദുല്ലാഹിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ പ്രവാചകൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയാതെ അൻഹുമ എന്ന് പറയണം. മകനെയും പിതാവിനെയും ചേർത്താണ് പറയേണ്ടത്. അബ്ദുല്ലാഹിൻ അബ്ബാസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ റളിയല്ലാഹു അൻഹുമ, അവർ രണ്ടുപേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ ആ ഒരു സന്തോഷ വാർത്തയാണ് അതിലൂടെ അറിയിക്കുന്നത്. ഏറ്റവും ബൃഹത്തായ, ഏറ്റവും സുന്ദരമായ ഒരു പള്ളിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പള്ളിയോട് ചേർന്ന് ഖുർആന്റെ വ്യാഖ്യാതാക്കൾ നേതാവെന്ന് അറിയപ്പെടുന്ന അബ്ദുല്ലാഹ് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടു എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വിശാലമായ ഒരു ലൈബ്രറി, ഖുർആന്റെ ശേഖരണം ഈ പള്ളിയോട് ചേർന്നുണ്ട്. അത് തൊട്ടടുത്തായി അദ്ദേഹത്തിന്റെ ഖബർസ്ഥാൻ സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ ഈ പള്ളിയുടെ സമീപത്താണുള്ളത്. ഏറ്റവും അനുഗ്രഹീതമായ സ്ഥലമാണ്. ഈ സ്ഥലത്തിന് മറ്റൊരു പ്രത്യേകത, ഇവിടെ ധാരാളമായി സൗദിയിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലം ഇവിടെയാണ്. അത് പച്ചക്കറി ആയിരുന്നാലും പഴവർഗ്ഗങ്ങളായിരുന്നാലും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലം ത്വായിഫാണ്. അതിന് കാരണം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിൽ 4000 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിൽ വന്നു. 4000 വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ വന്ന് അവിടെ ജീവിക്കുന്ന സമയത്ത് അവിടെ കൃഷിയോ പച്ചപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമായിരുന്നില്ല. എന്നിരുന്നാലും അവിടെ ഭാര്യയെയും മക്കളെയും താമസിപ്പിച്ചിട്ട് അദ്ദേഹം അള്ളാഹുവിന്റെ മക്കളെ ഞാൻ താമസിപ്പിക്കുകയാണ്, അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വജ്ജൽ അഫ്ഇദത്തം മിനന്നാസി, ജനങ്ങളുടെ ഹൃദയം ഈ മക്കയിലേക്ക് നീ തിരിക്കണം തമ്പുരാനെ എന്ന് ദുആ ചെയ്യുകയുണ്ടായി. ആ ദുആഇന്റെ അടിസ്ഥാനത്തില് കൃഷിയില്ലാത്ത പച്ചപ്പാവ് സുബ്ഹാനഹു വ തആല ഇന്നും അവിടെ കൃഷിയില്ല എങ്കിലും, പഴവർഗ്ഗങ്ങൾ വിളയുന്ന സ്ഥലമല്ല എങ്കിലും അവിടേക്ക് ആവശ്യമായ മുഴുവൻ പച്ചക്കറികളും മുഴുവൻ പഴമാണ് ഈ ത്വായിഫ് അറിയപ്പെടുക. മാത്രമല്ല, മക്ക കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ മറ്റൊരു മദീന, മറ്റൊരു പട്ടണം എന്ന് പറയുന്ന ത്വായിഫാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വായിലൂടെയും ആദ്യമായി ഉച്ചരിക്കപ്പെട്ട ഒരു സ്ഥലം ത്വായിഫാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മറിയം റളിയല്ലാഹു തആല അൻഹയുടെയും സാന്നിധ്യം ഉണ്ടായിട്ടുള്ള സ്ഥലം കൂടെയാണ് ഈ ത്വായിഫ് എന്ന് പറയുന്ന ഈ പട്ടണം, ഈ സിറ്റി. ഏറ്റവും വിശാലമായ, ഏറ്റവും പരിശുദ്ധമായ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവാചകനെ പീഡിപ്പിച്ച സ്ഥലമാണ് എങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഇബ്രാഹിം നബിയുടെ ദുആ കാരണമായി അള്ളാഹു അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ് ത്വായിഫ്. അതുകൊണ്ട് തന്നെ ഈ നാടിന് മഹത്വമുണ്ട്. ഇന്നും മക്കയിലേക്ക് ആവശ്യമായ ഒരു മുഴുവൻ പഴവർഗ്ഗങ്ങളും കിട്ടുന്ന ഒരു സ്ഥലം, വിളയിക്കുന്ന കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ത്വായിഫ്.
ഇവിടെ നിന്നുള്ള മുഴുവൻ പഴവർഗ്ഗങ്ങൾ മക്കയിൽ സുലഭമായി ലഭ്യമാകാറുണ്ട്. സീസൺ ഇല്ലാതെ ലോകത്ത് എവിടെയെല്ലാം പഴവർഗ്ഗങ്ങൾ, ഏതെല്ലാം ജാതി പഴവർഗ്ഗങ്ങൾ വിളയിക്കപ്പെടുന്നുവോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവോ അതെല്ലാം യഥേഷ്ടം കിട്ടുന്ന ലോകത്തിലെ ഒരേ ഒരു സ്ഥലമുണ്ടെങ്കിൽ മക്ക മാത്രമാണ്. അത് ഇബ്രാഹിം നബിയുടെ ദുആയാണ്. അള്ളാഹു ഈ മക്കയിൽ വരുന്നവർക്ക് നീ പഴവർഗ്ഗം ഭക്ഷണമായി നൽകണമെന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയുണ്ടായി. ആ ദുആയുടെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ എല്ലാ രാജ്യത്ത് ഈ ഭൂമിയിൽ ഏതെല്ലാം വിഭാഗത്തിലെ പഴവർഗ്ഗങ്ങളുണ്ടോ അതെല്ലാം കിട്ടുന്ന ഭൂമിയിലെ ഒരിടം മക്കയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കക്കാരെ അനുഗ്രഹിക്കുമാറാകട്ടെ. മക്ക സന്ദർശിക്കുന്ന മുഴുവൻ വിശ്വാസികളെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് വരുന്ന ഹാജിമാരെയും സന്ദർശകരെയും അവിടെ താമസിക്കുന്ന നാട്ടുകാരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദി വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വൻ നാസ്. അൽഹംദുലില്ലാഹി